നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്രത്തിനും കേരളത്തിനും ഹൈക്കോടതി നിർദ്ദേശം. ദുരിതബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കണം. EMI പിടിക്കരുത്. ഹോട്ടലുകളടക്കം വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരായവരെ മാറ്റി താമസിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമ്പിലുള്ളവരെ മാറ്റി താമസിപ്പിക്കണം. ഹോട്ടലുകളടക്കം ഏറ്റെടുത്ത് സൌകര്യമൊരുക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആശുപത്രി ബില്ലുകൾ സർക്കാർ തന്നെ നേരിട്ട് കൊടുത്തു തീർക്കണം. ബാങ്കുകൾ സർക്കാർ സഹായത്തിൽ നിന്നും EMI പിടിച്ചാൽ അറിയിക്കണം. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ടൌൺഷിപ്പിനെതിരായതിനാൽ ടൌൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് കോടതിയെ അറിയിക്കണം. ദുരന്തബാധിതരിൽ നിന്ന് ബാങ്കുകൾ EMI ഈടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ബാങ്കുകൾ EMI ഈടാക്കിയെങ്കിൽ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകണം. ദുരന്തബാധിതർക്കൊപ്പം നിൽക്കാൻ ബാങ്കുകൾക്ക് ഭരണഘടനാ ബാധ്യതയുണ്ട്. ദേശസാൽകൃത ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കുന്നത് തടയുന്നതിൽ നിലപാട് അറിയിക്കണം. കേന്ദ്ര സർക്കാർ ഒരാഴ്ചയ്ക്കകം നിലപാട് അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വമേധയാ എടുത്ത കേസിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മറുപടി. അരൂർ ദേശീയപാതയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വീട്ടമ്മ ബസ്സിടിച്ച് മരിച്ചു. ആലപ്പുഴ ജില്ലയിലെ അരൂർ ദേശീയപാതയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വീട്ടമ്മ ബസ്സിടിച്ച് മരിച്ചു. എഴുപുന്ന സ്വദേശി മല്ലിക ജയനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. തിരുവാതിര എന്ന സ്വകാര്യ ബസ്സിന് അടിയിൽപ്പെട്ടാണ് അപകടമുണ്ടായത്. ബസ്സിനടിയിലേക്ക് വീണ വീട്ടമ്മയുടെ ശരീരത്തിലൂടെ ബസ്സിന്റെ 2 ടയറുകളും കയറിയിറങ്ങി. തെരുവുനായ ആക്രമണം. വിദ്യാർത്ഥി അടക്കം 3 പേർക്ക് പരിക്ക്. കൊയിലാണ്ടിയിൽ തെരുവുനായ ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥി അടക്കം 3 പേർക്ക് പരിക്ക്. നന്ദഗോപാലൻ, നിഷാന്ത്, ദിയ എന്നിവർക്കാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റ 3 പേരും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരിക്കേറ്റവരിൽ ഒരാളായ വിദ്യാർത്ഥി നന്ദഗോപാലിന്റെ കാലിന്റെ 2 ഭാഗങ്ങളിൽ കടിയേറ്റിട്ടുണ്ടെന്ന് നന്ദഗോപാലിന്റെ അച്ഛൻ പറഞ്ഞു. കാവുംവട്ടം സ്വദേശിയായ നിഷാന്തിനും സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നായയുടെ കടിയേറ്റിട്ടുണ്ട്. കൊയിലാണ്ടി നഗരസഭയിൽ നിലവിൽ വന്ധ്യംകരണം നടത്തുന്ന സെന്റർ ഇപ്പോൾ പ്രവർത്തിക്കാത്തതിനാൽ നഗരസഭ അടിയന്തരമായി ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കോഴിക്കോട് നിന്നും എറണാകുളത്തു നിന്നും AC ലോ ഫ്ലോർ ബസ് സർവീസ് തുടങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും തിരിച്ചും കോഴിക്കോട് നിന്ന് എറണാകുളത്തു നിന്നും AC ലോ ഫ്ലോർ ബസ്സുകൾ ആരംഭിച്ചു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന വിമാനയാത്രക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് KSRTC അറിയിച്ചു. കോഴിക്കോട് നിന്നും ഉച്ചയ്ക്ക് 2 മണിക്കും 4 മണിക്കും 6 മണിക്കുമായി 3 സർവീസുകളാണ് നെടുമ്പാശ്ശേരി വഴി എറണാകുളത്തേക്ക് ആരംഭിച്ചിട്ടുള്ളത്. രാവിലെ 3 മണിക്കും 4 മണിക്കും 5 മണിക്കുമാണ് എറണാകുളത്തു നിന്നും നെടുമ്പാശ്ശേരി വഴി കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വരുന്നത് പെരുമഴ. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അതീവ ജാഗ്രത. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അറബിക്കടലിലെത്തിയ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് കേരളത്തിൽ മഴ കനക്കുന്നത്. മഴയ്ക്ക് പുറമെ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുണ്ടെന്നും കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ലെന്നും കാലാവസ്ഥാ വിഭാഗം നിർദ്ദേശിച്ചു.